പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ 18ാമത്തെ ഗഡുവായ 2000 രൂപ ഈ വരുന്ന ഒക്ടോബർ 5-ാം തീയതി ശനിയാഴ്ച രാജ്യത്തുള്ള 9 കോടിയോളം വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള ഔദ്യോഗിക വിജ്ഞാപനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PM കിസാൻ വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന 18ാം ഗഡുവിൻ്റെ വിതരണം ഒക്ടോബർ 5-ന് നടക്കുമ്പോൾ രാജ്യത്തുള്ള 11 കോടി കർഷകരിൽ ഏകദേശം 9 കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ഈ തുക എത്തിച്ചേരുകയുള്ളൂ. അതിന് കാരണം അവരുടെ KYC, ആധാർ, ബാങ്ക് സീഡിംഗ്, ലാൻഡ് സീഡിംഗ് ഇതിലേതെങ്കിലും ഒന്നിൽ പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ തുക ലഭിക്കുമോ എന്ന് PM കിസാൻ്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണ്. അതിനുവേണ്ടി PM കിസാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ pmkisan.gov.in എന്ന സൈറ്റ് ഓപ്പണാക്കി അപ്പോൾ ഈ കാണുന്ന ഫാർമേഴ്സ് കോർണറിന് താഴെ 5-ാമതായി കാണുന്ന നോ യുവർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ കിസാൻ സമ്മാൻ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുവാൻ ആവശ്യപ്പെടും. ശേഷം ആ നമ്പർ നൽകി മുൻവശത്ത് കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ ആ കോളത്തിൽ നൽകി ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4 അക്കമുള്ള ഒരു OTP നിങ്ങളുടെ കിസാൻ സമ്മാൻ KYC ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ വരുന്നതും അതവിടെ നൽകി ഗെറ്റ് ഡേറ്റയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിഞ്ഞുകൂടാ എങ്കിൽ ഇതിൽ മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഇപ്പോൾ ഓപ്പണായിരിക്കുന്ന സ്റ്റാറ്റസ് ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കാണാവുന്നതാണ്. അതിൽ നിങ്ങളുടെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, KYC ചെയ്ത മൊബൈൽ നമ്പറൊക്കെ അറിയുവാൻ കഴിയുന്നതാണ്. നമുക്കറിയേണ്ടത് എലിജിബിലിറ്റി സ്റ്റാറ്റസ് ആണ്. അതിന് ഈ കാണുന്ന എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാം പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടത് ലാൻഡ് സീഡിങ്, KYC സ്റ്റാറ്റസ്, ആധാർ ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് ഇതൊക്കെ യെസ് എന്നാണോ എന്ന് നോക്കുക. ഇത് 3 യെസ് എന്ന സ്റ്റാറ്റസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PM കിസാൻ്റെ ഗഡുക്കൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസ് എന്നത് കാണുവാൻ കഴിയുന്നതാണ്. അതിൽ 17ാം ഗഡുവിൻ്റെ വിതരണ ഡീറ്റെയിൽസ് മാത്രമേ ഇപ്പോൾ നൽകിയിട്ടുള്ളൂ. 18ാമത്തെ ഗഡു വിതരണത്തോടെ അടുപ്പിച്ച് മാത്രമേ അതിൽ പുതിയ അപ്ഡേറ്റ്സ് വരികയുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ യെസ് എന്നാണ്. അതായത് 17ാം ഗഡുവിൻ്റെ വിതരണം നടന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും 18ാം ഗഡുവിൻ്റെ വിതരണത്തിന് 2-3 ദിവസം മുമ്പ് നിങ്ങൾ ഇതിൽ നോക്കിയാൽ ഈ ഭാഗത്ത് 18 എന്നും FTO പ്രോസസ്ഡ് യെസ് എന്നും കാണുവാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ FTO പ്രോസസ് നോ എന്നാണെങ്കിൽ തുക വിതരണം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കിസാൻ സമ്മാൻ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുവാൻ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് കൃഷിഭവനുകളിൽ നിന്നും അറിയുവാൻ കഴിയുന്നത്. എങ്കിലും ഇപ്പോഴും കിസാൻ സമ്മാൻ അപേക്ഷ ഓൺലൈനിൽ കൂടി അപേക്ഷിക്കാവുന്നതാണ്. ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്തുള്ള കൃഷിഭവനുകളിൽ അറിയിക്കുകയും വേണം. നിങ്ങൾ ഇതുവരെയും അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ അല്ലെങ്കിൽ CSC സെൻ്ററുകളെ സമീപിച്ച് പുതുതായി അപേക്ഷിക്കുക. സ്വന്തം പേരിൽ ഭൂമി ഉണ്ടായിരിക്കേണ്ടതും കൃഷിയല്ലാതെ മറ്റു ഉയർന്ന പ്രൊഫഷണൽ ജോലികൾ, ഗവൺമെൻറ് സർവീസിലുള്ള ജോലികൾ, ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ എന്നിവർക്ക് ഇതിൽ അപേക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് മാത്രം. മോദി ഗവൺമെൻറ്റിൻ്റെ സ്വപ്ന പദ്ധതിയായി PM കിസാൻ 2019 ആരംഭിച്ചതു മുതൽ മുടക്കമില്ലാതെ ഇപ്പോൾ തുക രാജ്യത്തുള്ള ചെറുകിട കർഷകരുടെ അക്കൗണ്ടിലേക്ക് മുടക്കം കൂടാതെ എത്തിച്ചേരുന്നുണ്ട്. വർഷം 6000 രൂപ 3 ഗഡുക്കളായിട്ടാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിസാൻ സമ്മാൻ പദ്ധതിയിൽ അംഗമായ എല്ലാവരും അവരുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് വല്ലപ്പോഴും ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തുക ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നതാണ്. ഈ വരുന്ന 18ാമത്തെ ഗഡുവോടുകൂടി 36,000 രൂപയാണ് കർഷകരുടെ അക്കൗണ്ടിൽ ഇതുവരെ എത്തിച്ചേരുന്നത്. കിസാൻ സമ്മാൻ 18ാമത്തെ ഗഡു 2000 രൂപ രാജ്യത്തുള്ള എല്ലാ കിസാൻ ഗുണഭോക്താക്കൾക്കും ഈ വരുന്ന ഒക്ടോബർ 5-ാം തീയതി വൈകുന്നേരത്തോടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. കിസാൻ സമ്മാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ pmkisan.gov.in എന്ന സൈറ്റിൽ ഔദ്യോഗികമായിട്ടാണ് ഇങ്ങനെയൊരു അറിയിപ്പ് വന്നിട്ടുള്ളത്. 9 കോടി കർഷകർക്കായുള്ള രാജ്യത്തെ ഏറ്റവും വലിയൊരു സഹായ പദ്ധതിയുമാണ് ഇത്. കേരളത്തിലും 25 ലക്ഷത്തിലധികം ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. രാജ്യത്തെ മോദി സർക്കാരിൻ്റെ ഈ സ്വപ്ന പദ്ധതിയിൽ നിങ്ങളും അംഗമായിട്ടില്ലെങ്കിൽ ഉടൻ
അക്ഷയസ് അല്ലെങ്കിൽ CSC സെൻറ്ററുകളെ സമീപിച്ച് അംഗങ്ങളാകുവാൻ ശ്രദ്ധിക്കുക. കൃഷിഭവനുകളിൽ നിന്നും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാനും കഴിയുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.